ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എങ്ങനെ വിജയിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഓഡിയോ ബുക്കിനെ അടിസ്ഥാനമാക്കി വിജയത്തിന്റെ പ്രധാന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം. അപ്പോ എന്താണ് ഈ വിജയമെന്ന് പറഞ്ഞാൽ? ശരിക്കും എന്താ ഇതിന്റെ അർത്ഥം? ഒരു ട്രോഫി നേടുന്നത് മാത്രമാണോ? അല്ല. അത് അതിനേക്കാൾ വളരെ വലുതാണ്. നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നൊരു മാനസികാവസ്ഥയാണത്. വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിന്നേഴ്സ് മൈൻഡ്സെറ്റ്. ഇത് നമുക്ക് ജന്മനാ കിട്ടുന്ന ഒന്നല്ല കേട്ടോ, മറിച്ച് നമുക്കെല്ലാവർക്കും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു കഴിവാണ്. അതായത് കഠിനാധ്വാനത്തിലൂടെ നമ്മുടെ കഴിവുകൾ എത്ര വേണമെങ്കിലും മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം. ഇതൊന്ന് നോക്കൂ, ഇവിടെയാണ് ശരിക്കും രസകരമായ കാര്യം. രണ്ട് തരം മൈൻഡ്സെറ്റുകളുണ്ട്. ഒന്ന് ഗ്രോത്ത് മൈൻഡ്സെറ്റ്, രണ്ട് ഫിക്സഡ് മൈൻഡ്സെറ്റ്. ഗ്രോത്ത് മൈൻഡ്സെറ്റുള്ള ആൾക്കാർ വെല്ലുവിളികളെ കാണുന്നത് പഠിക്കാനും വളരാനുമുള്ള അവസരങ്ങളായിട്ടാണ്. പക്ഷേ ഫിക്സഡ് മൈൻഡ്സെറ്റുള്ളവരോ, അവർക്കത് മുന്നോട്ടു പോകാൻ പറ്റാത്ത വലിയ തടസ്സങ്ങളാണ്. വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ആ ആദ്യത്തെ മൈൻഡ്സെറ്റാണ്. ശരി, അപ്പൊ വിജയത്തിലേക്കുള്ള 3 പ്രധാന തൂണുകളിൽ ആദ്യത്തേതിലേക്ക് കടക്കാം. അതാണ് നിങ്ങളുടെ വഴി അടയാളപ്പെടുത്തുക. അതായത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കൃത്യമായി പ്ലാൻ ചെയ്യുക. ഈ വഴി അടയാളപ്പെടുത്താൻ 3 സിമ്പിൾ സ്റ്റെപ്സ് ഉണ്ട്. ഒന്നാമത്തേത്, നമുക്ക് എവിടെ എത്തണം എന്നതിനെക്കുറിച്ച് നല്ല വ്യക്തമായൊരു കാഴ്ചപ്പാട് വേണം. 2, കൃത്യമായി അളക്കാൻ പറ്റുന്ന സ്മാർട്ട് ലക്ഷ്യങ്ങളെ സെറ്റ് ചെയ്യണം. മൂന്നാമത്തേത്, ആ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരു കിടിലൻ പ്ലാൻ ഉണ്ടാക്കണം. ഈ ഒരു വാചകം ശരിക്കും ഇതിന്റെയെല്ലാം ഒരു സാരാംശം പറയുന്നുണ്ട്. വ്യക്തമായ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരു കോമ്പസ് പോലെയാണ്. വഴിതെറ്റുമ്പോഴൊക്കെ നമ്മുടെ ലക്ഷ്യം എവിടെയാണെന്ന് അത് കാണിച്ചു തന്നോണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പ്ലാനൊക്കെ റെഡിയാക്കി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? കളത്തിലിറങ്ങണം, അല്ലേ? അതാണ് രണ്ടാമത്തെ തൂൺ. കളരിയിൽ പ്രാവീണ്യം നേടുക. അതായത് നമ്മളുണ്ടാക്കിയ പ്ലാൻ യഥാർത്ഥ ലോകത്ത് നടപ്പിലാക്കുന്നതിനെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ഈ മത്സരയോട്ടത്തിൽ നമ്മുടെ എതിരാളികളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ഏറ്റവും നല്ലൊരു ടൂളാണ് ഈ SWOT അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കരുത്തുകൾ, സ്ട്രെങ്ത്സ്, നമ്മുടെ ബലഹീനതകൾ, വീക്ക്നെസ്സസ്, നമുക്ക് മുന്നിലുള്ള അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ്, പിന്നെ നമ്മൾ നേരിടാൻ സാധ്യതയുള്ള ഭീഷണികൾ, ത്രെറ്റ്സ്. ഇത് 4നെയും കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവും. ഒറ്റയ്ക്ക് നേടാവുന്നതിലും ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് നിന്നാൽ നേടാൻ പറ്റും. അപ്പോൾ ഒരു നല്ല ടീമിനെ എങ്ങനെ ഉണ്ടാക്കാം? പലതരം കഴിവുകളുള്ളവരെ ഒരുമിച്ച് കൂട്ടുക, എല്ലാവർക്കും ഒരേ ലക്ഷ്യം നൽകുക, കാര്യങ്ങൾ വ്യക്തമായി സംസാരിക്കുക, പിന്നെ ഓരോരുത്തർക്കും അവരവരുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. അപ്പോൾ ടീം തനിയെ ശക്തിപ്പെടും. ഇനി അവസാനത്തെ, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട തൂണിലേക്ക്, നിങ്ങളുടെ എഞ്ചിന് ഇന്ധനം നൽകുക. നമ്മൾ പ്ലാൻ ചെയ്തു, കളത്തിലിറങ്ങി. പക്ഷേ ഈ വിജയം നിലനിർത്തണ്ടേ? അതിന് ആവശ്യമായ മാനസികവും ശാരീരികവുമായ ഊർജ്ജത്തെക്കുറിച്ചാണ് ഇത്. ഇവിടെ 2 പ്രധാനപ്പെട്ട വാക്കുകളുണ്ട്: പ്രതിരോധശേഷിയും പൊരുത്തപ്പെടലും. രണ്ടും ഒന്നാണെന്ന് തോന്നാമെങ്കിലും ചെറിയ വ്യത്യാസമുണ്ട്. പ്രതിരോധശേഷി എന്ന് പറഞ്ഞാൽ വീഴ്ചകളിൽ നിന്ന് എഴുന്നേറ്റു നിൽക്കാനുള്ള കഴിവാണ്. എന്നാൽ പൊരുത്തപ്പെടൽ എന്ന് പറഞ്ഞാലോ, മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളും മാറാനുള്ള കഴിവാണ്. ഈ രണ്ടും ഒരുമിച്ചുണ്ടെങ്കിൽ പിന്നെ എന്തു വന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഇവിടെയാണ് ഏറ്റവും വലിയ ചോദ്യം വരുന്നത്. പരാജയപ്പെടുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? അതിനെ എങ്ങനെ വിജയത്തിനുള്ള ഒരു ഇന്ധനമാക്കി മാറ്റാൻ പറ്റും? ഉത്തരം നമ്മൾ ആദ്യം പറഞ്ഞ ഗ്രോത്ത് മൈൻഡ്സെറ്റിൽ തന്നെയുണ്ട്. ഓരോ പരാജയവും പുതിയ എന്തെങ്കിലും പഠിക്കാനുള്ള അവസരമായി കാണുക. അത്രയുള്ളൂ. അപ്പോ നമ്മൾ വിജയത്തിലേക്കുള്ള വഴികൾ, 3 തൂണുകൾ എല്ലാം സംസാരിച്ചു. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു ചോദ്യം: എന്താണ് വിജയത്തിന്റെ യഥാർത്ഥ രഹസ്യം? വിജയിക്കാനുള്ള ആത്യന്തികമായ ആ ഒരേയൊരു രഹസ്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു രഹസ്യമില്ല എന്നുള്ളതാണ് സത്യം. അതെ, കുറുക്കുവഴികളൊന്നുമില്ല. നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ സ്ഥിരമായി കൃത്യമായി ചെയ്യുക, എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനും വളരാനും ശ്രമിക്കുക. അതുതന്നെയാണ് വിജയത്തിലേക്കുള്ള ഒരേയൊരു വഴി. ഇനി നിങ്ങളുടെ ഊഴമാണ്. ഓർക്കുക, നിങ്ങളുടെ ഏറ്റവും വലിയ വിജയങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ച കാര്യങ്ങൾ വെച്ച് നിങ്ങളുടെ ആദ്യത്തെ ചുവട് എന്തായിരിക്കും?